ഓക്സിഡേഷൻ. ഫിനോളിന് ഓക്സിഡേഷൻ നടന്നാൽ എന്താണ് കിട്ടുക? ഓക്സിഡേഷൻ നോക്കൂ. ഫിനോൾ, ദിസ് ഈസ് ഫിനോൾ. ഫിനോളിന് നമ്മൾ ഓക്സിഡേഷൻ നടത്താം. എന്ത് വെച്ചിട്ടാണ് ഓക്സിഡേഷൻ നടത്തുന്നത്? ക്രോമിക് ആസിഡ് വെച്ച് ഓക്സിഡേഷൻ നടത്താം. അതായത് സോഡിയം ഡൈക്രോമേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ക്രോമിക് ആസിഡിൻ്റെ എഫക്റ്റാണ് കിട്ടുക. ആ ഫിനോള് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. ഡബിൾ ബോണ്ട് ഓ, ഡബിൾ ബോണ്ട് ഓ. ഇതിൻ്റെ പേര് ബെൻസോക്വിനോൺ. ആ ഫിനോളിനെ ഓക്സിഡേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസോക്വിനോൺ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഫിനോൾ ഓൺ ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് ക്രോമിക് ആസിഡ് വി ഗെറ്റ് ബെൻസോക്വിനോൺ ആസ് ദി പ്രോഡക്റ്റ്. പിന്നെ നമുക്ക് ഫിനോളിനെ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. റിയാക്ഷൻ വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. റിയാക്ഷൻ വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് FeCl3. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ എന്താണ് പ്രോഡക്റ്റ്? അപ്പോൾ നമ്മളൊരു ഫിനോൾ എടുത്തു, C6H5OH പ്ലസ് FeCl3. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആണ് എടുക്കുന്നത്, FeCl3. ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 3HCl ആയിട്ട് മാറും. അതിനുവേണ്ടി നമ്മളിവിടെ 3 മോളിക്യൂൾ എടുത്തു. 3C6H5OH പ്ലസ് FeCl3 ഗീവ്സ് നമുക്ക് 3 ഹൈഡ്രജനും 3 ക്ലോറിനും കൂടി ചേർന്ന് 3HCl. ഒരു പ്രോഡക്റ്റ് ഇതാണ് 3HCl. ഇനി ബാക്കി എന്താ ഉണ്ടാവുക? C6H5O എന്നുള്ളത് 3 എണ്ണം ഉണ്ട്. C6H5O 3 എണ്ണം, Fe 1 എണ്ണം. അപ്പോൾ എന്താ ഉണ്ടാവുക? C6H5O thrice Fe. It is a violet colored complex. ഒരു വയലറ്റ് കളറുള്ള കോംപ്ലക്സ് ആണെന്ത്? C6H5O thrice Fe. അത് ശ്രദ്ധിക്കേണ്ടത്, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായിട്ട് ഫിനോൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ വി ഗെറ്റ് എ വയലറ്റ് കളേർഡ് കോംപ്ലക്സ്. ഡിഫറെൻറ്റ് ഫിനോൾസ് ക്യാൻ ഗീവ് ഡിഫറെൻറ്റ് കളേർഡ് കോംപ്ലക്സ്. ഡിഫറെൻറ്റ് ഫിനോൾ എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കളേർഡ് കോംപ്ലക്സ് ആണ് കിട്ടുക. അതായത് ഫിനോളിൻ്റെ കൂടെ വേറെ ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്വൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? കളറിൽ വ്യത്യാസം വരും. അത് ശ്രദ്ധിക്കേണ്ടത്, ഫിനോളിന് ഓക്സിഡേഷൻ നടക്കുക ഇൻ പ്രസൻസ് ഓഫ് ക്രോമിക് ആസിഡ് വി ഗെറ്റ് ബെൻസോക്വിനോൺ. ഫിനോൾ റിയാക്ട് വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ വി ഗെറ്റ് എ വയലറ്റ് കളേർഡ് കോംപ്ലക്സ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ഫിനോൾ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 5 ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നൈട്രേഷൻ, ഹാലോജിനേഷൻ, സൾഫോണേഷൻ, ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. ഇങ്ങനെ 5 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുക, നൈട്രേഷൻ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൈട്രേഷൻ. ഇവിടെ ഫിനോളിൻ്റെ കേസിൽ 2 ടൈപ്പ് നൈട്രേഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഫിനോൾ എടുത്തു, ഫിനോൾ, ഇതിന് നൈട്രേഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് HNO3. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡിന് ഉപയോഗിച്ചിട്ടാണ് നൈട്രേഷൻ നടക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുക 2 പ്രോഡക്റ്റ് കിട്ടും. ഒന്ന് ഓർത്തോനൈട്രോഫിനോൾ പ്ലസ് സെക്കൻഡ് വൺ ഈസ് പാരാനൈട്രോഫിനോൾ. ഓർത്തോനൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും കേട്ടോ. 1, 2 പൊസിഷൻ വരുമ്പോൾ ഓർത്തോ നിങ്ങൾക്കറിയാം,
1,4 പൊസിഷൻ വരുന്നത് പാര. അപ്പോൾ ഇറ്റ് ഈസ് ഓർത്തോ നൈട്രോഫിനോൾ. ഹിയർ ഇറ്റ് ഈസ് പാരാ നൈട്രോഫിനോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫിനോളിനെ നമ്മൾ നൈട്രേഷൻ നടത്തുക ഏതുപയോഗിച്ചിട്ട്? ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വെച്ച് നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ വി ഗെറ്റ് ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ. എപ്പോഴും പാരാ കോമ്പൗണ്ട് ആണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരും. ദെൻ നമ്മൾ ഇതേ ഫിനോളിനെ തന്നെ നമ്മൾ നൈട്രേഷൻ നടത്തുന്നത് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കാം. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിനെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെയും കൂടെ പറയുന്ന പേരാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഫിനോളിൽ നമ്മൾ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ പ്രോഡക്റ്റാണ് കിട്ടുക. ശ്രദ്ധിക്കണം, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 2, 4, 6 അല്ലേ? ഇത് 1 ആണ്. അപ്പോൾ 2, 4, 6 2, 4, 6 ട്രൈ നൈട്രോഫിനോൾ. 2, 4, 6 ട്രൈ നൈട്രോഫിനോൾ. 2, 4, 6 ട്രൈ നൈട്രോഫിനോൾ. അല്ലെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പിക്രിക് ആസിഡ് എന്ന് പറയും. 2, 4, 6 trinitrophenol or picric acid is the product. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫിനോളിന് നമ്മൾ നൈട്രേഷൻ നടത്തുന്നത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതാണ്? 2, 4, 6 ട്രൈനൈട്രോഫിനോൾ ഓർ പിക്രിക് ആസിഡ്. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓർത്തോ നൈട്രോഫിനോളും പാരാ നൈട്രോഫിനോളും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ദെൻ നമുക്ക് രണ്ടാമത്തത് നൈട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്കുള്ളത് ബ്രോമിനേഷനാണ്. നൈട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രോമിനേഷൻ. ഹാലോജിനേഷനിൽ ബ്രോമിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രോമിനേഷനും ഇതേപോലെ 2 രൂപത്തിൽ നടത്താൻ പറ്റും. ഇവിടെ ബ്രോമിൻ നടത്തുന്നത് ബ്രോമിൻ ഇൻ CCl4, ബ്രോമിൻ ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ബ്രോമിനേഷൻ നടത്താം. അപ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റാണ് കിട്ടുക. ഒന്ന് ഓർത്തോ പൊസിഷനിൽ ഒരു ബ്രോമിൻ, പിന്നെ പാരാ പൊസിഷനിൽ ഒരു ബ്രോമിൻ. ആ പേരെന്തായിരിക്കും? ഫസ്റ്റത്തെ പേര് ഓർത്തോ ബ്രോമോഫിനോൾ. ഈ നൈട്രോ മാറ്റിയിട്ട് എന്താക്കണം? ബ്രോമോ. ഓർത്തോ ബ്രോമോഫിനോൾ. സെക്കൻഡ് വൺ ഈസ്, ഇറ്റ്സ് നെയിം ഈസ് പാരാബ്രോമോഫിനോൾ. പാരാബ്രോമോഫിനോൾ. അതായത് ബ്രോമിനേഷൻ എങ്ങനെ നടത്തുക? ഇൻ പ്രസൻസ് ഓഫ് ബ്രോമിൻ ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ് CCl4. അപ്പം നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടും, ഓർത്തോ ബ്രോമോഫിനോൾ ആൻഡ് പാരാബ്രോമോഫിനോൾ. ഇനി അതിന് പകരം ബ്രോമിൻ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക കേട്ടോ. ബ്രോമിൻ അക്വസ്, ബ്രോമിൻ വാട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരൊറ്റ പ്രോഡക്റ്റാണ് കിട്ടുക. ആ പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. ഹിയർ ബി ആർ, ഹിയർ ബി ആർ, ഹിയർ ബി ആർ. ആ പേരെന്താ വരിക? 2, 4, 6 ട്രൈബ്രോമോഫിനോൾ. 2, 4, 6 ട്രൈബ്രോമോഫിനോൾ. ഇതിൻ്റെ പേര് 2, 4, 6 ട്രൈബ്രോമോഫിനോൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രോമിനേഷൻ നടത്തുക ബ്രോമിൻ ഇൻ CCl4 ആണെങ്കിൽ ഓർത്തോ ബ്രോമോഫിനോളും പാരാബ്രോമോഫിനോളും. അതേസമയം അക്വസ് ബ്രോമിൻ, ബ്രോമിൻ വാട്ടറിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ വി ഗെറ്റ് 2, 4, 6 ട്രൈബ്രോമോഫിനോൾ. 2, 4, 6 ട്രൈബ്രോമോഫിനോൾ. ദെൻ ഇതേപോലെ തന്നെയാണ് സൾഫോണേഷൻ. അപ്പോൾ അടുത്ത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സൾഫോണേഷൻ. സൾഫോണേഷൻ നമുക്കറിയാം,
കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ പേരാണ് സൾഫോണേഷൻ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതാണ് സൾഫോണേഷൻ. അങ്ങനെ സൾഫോണേഷൻ നടത്തിയാൽ നമുക്ക് വരുന്ന ഇലക്ട്രോഫൈല് SO3H എന്നുള്ളതാണ്. അത് സൾഫോണിക് ആസിഡ് SO3H. അപ്പോൾ നോക്ക്, ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും വരിക? നമുക്ക് ഓർത്തോ പൊസിഷനിലും അതേപോലെ പാരാ പൊസിഷനിലും എന്ത് വന്നു? SO3H വന്ന രണ്ട് പ്രോഡക്റ്റ് കിട്ടി. ഇതിൻ്റെ പേര് ഓർത്തോഫിനോൾ സൾഫോണിക് ആസിഡ്. ഓർത്തോഫിനോൾ സൾഫോണിക് ആസിഡ്. ഇറ്റ്സ് നെയിം ഈസ് പാരാഫിനോൾ സൾഫോണിക് ആസിഡ്. പാരാഫിനോൾ സൾഫോണിക് ആസിഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫിനോളിനെ സൾഫോണേഷൻ നടത്തിയാൽ ഒരൊറ്റ രൂപത്തിലെ സൾഫോണേഷൻ നടത്താൻ പറ്റുള്ളൂ. സൾഫോണേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഓർത്തോഫിനോൾ സൾഫോണിക് ആസിഡും അതേപോലെ തന്നെ പാരാഫിനോൾ സൾഫോണിക് ആസിഡുമാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ. അപ്പോൾ നമ്മൾ നൈട്രേഷൻ, അതേപോലെ ബ്രോമിനേഷൻ, സൾഫോണേഷൻ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് റിയാക്ഷനും കൂടെ അതിലുണ്ട്. ഒന്ന് ഫ്രിഡൽ ക്രാഫ്റ്റ് അൽക്കൈലേഷൻ, മറ്റൊന്ന് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പോൾ അടുത്ത റിയാക്ഷനാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നോക്കാം, ഫിനോളിനെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടത്താം. അതായത് CH3Cl റിയാക്ഷൻ നടക്കുന്നു. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അങ്ങനെ ആൽക്കൈലേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഫൈല് ആൽക്കൈൽ ഗ്രൂപ്പാണ് അല്ലേ. ഇവിടെ CH3Cl ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്? CH3. അപ്പോൾ നമ്മൾ ഈ ഓർത്തോ പൊസിഷനിൽ ഒരു CH3 കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിലോ പാരാ പൊസിഷനിൽ CH3 വരും. അങ്ങനെ ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ CH3 വന്നാൽ ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോക്രിസോൾ. അതിൻ്റെ പേര് ഓർത്തോക്രിസോൾ. ഓർത്തോക്രിസോൾ. ഇറ്റ്സ് നെയിം ഈസ് പാരാക്രിസോൾ. പാരാ പൊസിഷനിൽ CH3 വന്നാൽ ഫിനോളിൻ്റെ പേരാണ് പാരാക്രിസോൾ. അപ്പോൾ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തൽ എങ്ങനെയാണ്? ഫിനോൾ റിയാക്ട് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓർത്തോക്രിസോളും പാരാക്രിസോളും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തൊരു റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനാണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ആൽക്കൈലേഷനിൽ ആൽക്കൈൽ ക്ലോറൈഡ് ഉപയോഗിച്ചു. അപ്പോൾ അസൈലേഷനിലാണെങ്കിലോ അസൈൽ ക്ലോറൈഡ് ഉപയോഗിക്കും. എന്താ അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് CH3Cl ആണ്, അതിന് പകരം CH3COCl എന്ന് വരാം. COCl ഉണ്ടാകുമ്പോഴാണ് അസൈൽ എന്ന് പറയേണ്ടി വരിക. അത് CH3COCl ആണ് അസൈലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അത് സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഇലക്ട്രോഫൈൽ അപ്പോൾ ഏതായിരിക്കും? COCH3. ഇലക്ട്രോഫൈല് COCH3. ഇവിടുത്തെ ഇലക്ട്രോഫൈലും COCH3. അതായത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും എന്ത് വരുന്നു? COCH3 വരുന്നു. ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരാണ് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ. ഇത് ഫിനോൺ, കീറ്റോൺ ആണ്. CO ഉണ്ടല്ലോ, കീറ്റോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഓർത്തോ ഹൈഡ്രോക്സി. ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ഉള്ളതാണ്. അതായത് ഇവിടുത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് OH അല്ല, പകരം കീറ്റോൺ ആണ്. അപ്പം അതുകൊണ്ടാണ് OHനെ ഫിനോൾ എന്ന് പറയാൻ, അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്നതിന് പകരം ഹൈഡ്രോക്സി എന്ന് ഉപയോഗിക്കുന്നത്. ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ.
ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരിക? പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ. പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോണും പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൺ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പഠിക്കാനുള്ളത്. അതായത് നൈട്രേഷൻ നടത്തുന്നത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഓർത്തോ നൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ 2,4,6 ട്രൈ നൈട്രോഫിനോൾ, ദാറ്റ് ഈസ് പിക്രിക് ആസിഡ്. ബ്രോമിനേഷൻ നടത്തുന്നത് ബ്രോമിൻ ഇൻ CCl4ലാണെങ്കിൽ ഓർത്തോ ബ്രോമോഫിനോളും പാരാബ്രോമോഫിനോളും. ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിലോ 2,4,6 ട്രൈ ബ്രോമോഫിനോൾ. സൾഫോണേഷൻ ഒറ്റ രൂപത്തിൽ നടത്തുള്ളൂ, റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഓർത്തോ ഫിനോൾ സൾഫോണിക് ആസിഡും പാരാഫിനോൾ സൾഫോണിക് ആസിഡും. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓർത്തോ ക്രിസോളും പാരാക്രിസോളും. അസൈലേഷൻ നടത്തിയപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോണും പാരാഹൈഡ്രോക്സി അസറ്റോഫിനോണും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ, ഫിനോളിൻ്റെ ചില സ്പെഷ്യൽ റിയാക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ കോൾബ്സ് റിയാക്ഷൻ. എന്താണ് കോബ്സ് റിയാക്ഷൻ? നോക്ക്, കോബ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഫിനോൾ ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഫിനോളിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്താം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ഫിനോക്സൈഡ് കിട്ടും. സോഡിയം ഫിനോക്സൈഡ്. ഈ സോഡിയം ഫിനോക്സൈഡ് ഈസ് ഹീറ്റഡ് ടു 413 കെൽവിൻ. സോഡിയം ഫിനോക്സൈഡിനെ നമ്മൾ 413 കെൽവിനിലേക്ക് ചൂടാക്കാം. എന്തു വെച്ചിട്ട്? വിത്ത് കാർബൺ ഡയോക്സൈഡ് അണ്ടർ എ പ്രഷർ ഓഫ് 4 to 7 atm. 4 to 7 atm പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് വെച്ച് സോഡിയം ഫിനോക്സൈഡ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ് ഈസ് ഫോംഡ്. ഇതാണ് സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ്. വിച്ച് ഓൺ അസിഡിഫിക്കേഷൻ വി ഗെറ്റ് സാലിസിലിക് ആസിഡ് ആസ് ദി പ്രോഡക്റ്റ്. എന്നിട്ട് സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡിന് അസിഡിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? സാലിസിലിക് ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫിനോളിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ സോഡിയം ഫിനോക്സൈഡ് കിട്ടും. അതാണ് C6H5ONa. അതിന് നമ്മൾ എന്ത് ചെയ്യുക? കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുക. ഏത് കണ്ടീഷനിൽ? 413 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 4 to 7 atm പ്രഷർ. അപ്പോൾ എന്ത് കിട്ടും? സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ്. വിച്ച് ഓൺ അസിഡിഫിക്കേഷൻ വി ഗെറ്റ് സാലിസിലിക് ആസിഡ് ആസ് ദി പ്രോഡക്റ്റ്. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ COOH വരുന്നതിനെയാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയാം. എന്തിനാണ് നമ്മൾ ഈ സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുക? ഇതാണ് സാലിസിലിക് ആസിഡ് അല്ലേ, നമുക്കറിയാം. ഈ സാലിസിലിക് ആസിഡ് നമ്മൾ അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് റിയാക്ഷൻ നടത്താം. CH3CO twice O. അസറ്റിക് അൺഹൈഡ്രേറ്റുമായിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ OHന് പകരം COOCH3 എന്ന് വരും. OHന് പകരം ഈ H അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യും? ഒരു COCH3 അങ്ങോട്ട് മേലേക്ക് കയറി വരും. അത്രേ ഉള്ളൂ. അതായത് 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് കിട്ടും. ഈ 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡിനെയാണ് നമ്മൾ ആസ്പിരിൻ എന്ന് വിളിക്കുക. 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് ഈസ് ആസ്പിരിൻ. അപ്പോൾ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. കോബ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ പറഞ്ഞാണ്. സോ വാട്ട് ഈസ് കോബ്സ് റിയാക്ഷൻ? വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് sodium hydroxide we get sodium phenoxide which is heated to 413 Kelvin with carbon dioxide under a pressure of 4 to 7 atm. We get sodium salt of salicylic acid which on acidification we get salicylic acid as the product. ഇതിനെയാണ് നമ്മൾ കോൾബ്സ് റിയാക്ഷൻ എന്ന് പറയുക. നെയിം റിയാക്ഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനോളിൻ്റെ അടുത്ത റിയാക്ഷൻ ആണ് റീമർ ടീമൻ റിയാക്ഷൻ. റീമർ ടീമൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഫിനോള് റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കലി. CHCl3 എന്ന് പറയുമ്പോൾ ക്ലോറോഫോം,
of phenol is treated with chloroform and alkali at 340 Kelvin. 340 കെൽവിനിൽ ഫിനോള് ക്ലോറോഫോമും ആൽക്കലിയുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സാലിസിലാൽഡിഹൈഡ് പ്രോഡക്റ്റായിട്ട് കിട്ടും. സാലിസിലാൽഡിഹൈഡ് പ്രോഡക്റ്റായിട്ട് കിട്ടും. ആദ്യം സോഡിയം സാൾട്ട് ഓഫ് സാലിസിലാൽഡിഹൈഡ് കിട്ടും, പിന്നെ അസിഡിഫിക്കേഷൻ നടത്തിയിട്ട് ലാസ്റ്റ് എന്ത് കിട്ടും? സാലിസിലാൽഡിഹൈഡ് പ്രോഡക്റ്റായിട്ട് കിട്ടും. ഈ റിയാക്ഷൻ്റെ പേരാണ് റീമർ-ടീമൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ റീമർ-ടീമൻ റിയാക്ഷൻ നടക്കുമ്പോൾ ക്ലോറോഫോമിന് പകരം CHCl3ക്ക് പകരം CCl4 ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, CHCl3 ക്ലോറോഫോമിന് പകരം CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? സാലിസിലിക് ആസിഡ് ആണ് പ്രോഡക്റ്റായിട്ട് കിട്ടുക. സാലിസിലിക് ആസിഡ്. ക്ലോറോഫോം ഉപയോഗിച്ചപ്പോൾ സാലിസിലാൽഡിഹൈഡ്, CCl4 ഉപയോഗിച്ചിരുന്നെങ്കിൽ സാലിസിലിക് ആസിഡ്, ഇങ്ങനെയാണ് കിട്ടുക. ഈ സാലിസിലാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റീമർ-ടീമൻ റിയാക്ഷൻ. So what is Riemann-Tiemann reaction? When phenol is treated with chloroform and alkali at 340 Kelvin, then salicylaldehyde is formed. This reaction is known as Riemann-Tiemann reaction. But when phenol is treated with carbon tetrachloride in presence of alkali, that yield orthohydroxybenzoic acid or സാലിസിലിക് ആസിഡ് ആസ് ദി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ റീമർ-ടീമൻ റിയാക്ഷനും അതേപോലെ കോബ്സ് റിയാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം റിയാക്ഷനാണ്, എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. സം കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആൽക്കഹോൾ അല്ലേ? നമ്മളിപ്പോൾ ആൽക്കഹോൾ, ഫിനോളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സാധാരണ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആൽക്കഹോളിൻ്റെ മാനുഫാക്ചർ, അതേപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ ഒരു ആൽക്കഹോളാണ് നമുക്കറിയാം CH3OH. അതായത് മെത്തനോൾ എന്നുള്ളത് ഏറ്റവും ചെറിയ ഒരു ആൽക്കഹോളാണ്. ഇന്നത്തെ കാലത്ത് നവഡേയ്സ് മെത്തനോൾ ഈസ് മോസ്റ്റ്ലി മാനുഫാക്ചേർഡ് ബൈ ദ ഫോളോയിങ് മെത്തേഡ്. ഇനി പറയുന്ന ചില മെത്തേഡ് ഉണ്ട്, അതിലൂടെയാണ് മെത്തനോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഏതാണ്? ഒന്ന്, നമ്മുടെ കാർബൺ മോണോക്സൈഡ് പ്ലസ് 2H2 CO പ്ലസ് 2H2. ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മളവിടെ സിങ്ക് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. കൺസിസ്റ്റിംഗ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് കോപ്പർ, സിങ്ക് ആൻഡ് ക്രോമിയം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? 573 കെൽവിനിൽ ഒരു 200 ATM പ്രഷർ. ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? സിങ്ക് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡിൻ്റെ ഒക്കെ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് CH3OH, അതായത് മെത്തനോൾ. അപ്പോൾ ശ്രദ്ധിക്കുക, മെത്തനോൾ എങ്ങനെ ഉണ്ടാക്കുക? മെത്തനോൾ ഉണ്ടാക്കുന്നത് കാർബൺ മോണോക്സൈഡും അതേപോലെ ഹൈഡ്രജനും. കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഇറ്റ് ഈസ് പാസ്ഡ് ഓവർ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റായിട്ട് മിക്സ്ചർ ഓഫ് ഓക്സൈഡ്സ് ഓഫ് കോപ്പർ, സിങ്ക്, ക്രോമിയം കൂടെ ഉപയോഗിക്കാം. അറ്റ് 573 കെൽവിൻ ആൻഡ് 200 ATM പ്രഷർ വി ഗെറ്റ് CH3OH, ദാറ്റ് ഈസ് മെത്തനോൾ ആസ് ദി പ്രോഡക്റ്റ്. ഈ മെത്തനോളിനെ വിളിക്കുന്ന പേരാണ് വുഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുക. മെത്തനോൾ ഈസ് നോൺ ആസ് വുഡ് സ്പിരിറ്റ്. മെത്തനോളിൻ്റെ പേരെന്താണ്? വുഡ് സ്പിരിറ്റ് എന്നുള്ളതാണ് മെത്തനോൾ. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. മെത്തനോൾ ഈസ് വുഡ് സ്പിരിറ്റ്. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. Ingestion of even small quantities of methanol can cause blindness and large quantities cause even death. കുറച്ചളവിൽ മെത്തനോൾ ഉള്ളിലേക്ക് ആയിക്കഴിഞ്ഞാൽ തന്നെ ആദ്യം കാഴ്ച നഷ്ടപ്പെടും, ബ്ലൈൻഡ്നെസ് സംഭവിക്കും. കൂടുതൽ അളവിലായി കഴിഞ്ഞാലോ ഇറ്റ് ക്യാൻ കോസ് ഡെത്ത്. അത് ശ്രദ്ധിക്കേണ്ടത്, മെത്തനോളിനെ സാധാരണ വിളിക്കുന്നൊരു പേര് വുഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. ചെറിയ അളവിലുള്ളിലേക്കായി കഴിഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക? ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ട് മാറും. കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. കൂടുതൽ അളവിലായി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് ഈവൻ ഡെത്ത്. ഇനി എന്തിനൊക്കെയാണ് മെത്തനോൾ ഉപയോഗിക്കുക? മെത്തനോൾ ഈസ് യൂസ്ഡ് ആസ് ഫസ്റ്റ് വൺ ആൻറ്റിഫ്രീസ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ്. ആൻറ്റിഫ്രീസ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ.
ഓട്ടോമൊബൈൽ റേഡിയേറ്ററുകളിൽ ആൻറ്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കും. ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ, വാഹനങ്ങളുടെയൊക്കെ റേഡിയേറ്ററുകളിൽ ഫ്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആൻറ്റി ഫ്രീസ് ആയിട്ട് എന്ത് ചെയ്യാം, മെത്തനോൾ ഉപയോഗിക്കാം. പിന്നെ ഫോർ ഡീനാച്ചറിങ് എത്തനോൾ, ഫോർ ഡീനാച്ചറിങ് എത്തനോൾ, ഫോർ ഡീനാച്ചറിങ് എത്തനോൾ, അത് എത്തനോൾ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എത്തനോളിൻ്റെ ഡീനാച്ചുറേഷന് വേണ്ടിയിട്ടും മെത്തനോൾ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കും. സോൾവെൻ്റ് ഫോർ പെയിൻറ്റ്, വാർണിഷ് എക്സെട്ര. സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കും. സോൾവെൻ്റ് ഫോർ പെയിൻറ്റ്, വാർണിഷ് എക്സെട്ര. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെത്തനോളിൻ്റെ മാനുഫാക്ചറിങ്, മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണ്. എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്യുക? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിൽ റിയാക്ഷൻ നടക്കുക ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ഓക്സൈഡ് കോപ്പർ ഓക്സൈഡ് മിക്സ്ചർ ആസ് കാറ്റലിസ്റ്റ് at 573 Kelvin and 200 atm pressure, we get methanol as the product. Methanol is also known as wood spirit. It is highly poisonous. Ingestion of even small amount of methanol can cause blindness and a large quantity can cause even death. പിന്നെ മെത്തനോളിന് എന്തൊക്കെയായിട്ട് ഉപയോഗിക്കാം, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ആൻറ്റിഫ്രീസ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ. Then for denaturing ethanol, denaturing ethanol. Third one, solvent for paint, varnish, etc. അടുത്ത ആൽക്കഹോൾ ആണ് എത്തനോൾ, C2H5OH. ശ്രദ്ധിക്കുക, എത്തനോൾ ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ ഫെർമെൻറ്റേഷൻ ഓഫ് മൊളാസസ് ഓർ സ്റ്റാർച്ച്. സ്റ്റാർച്ചിന് അല്ലെങ്കിൽ മൊളാസസിന് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കുക. എന്താണ് ഈ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഫെർമെൻറ്റേഷൻ ഈസ് എ സ്ലോ പ്രോസസ് ഇൻ വിച്ച് എ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഡീകമ്പോസ്ഡ് ഇൻ ടു സിമ്പിൾ കോമ്പൗണ്ട്സ് ബൈ ദ ആക്ഷൻ ഓഫ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് കോൾഡ് എൻസൈം. അത് എൻസൈമിൻ്റെ പ്രസൻസിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ വലിയ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഡീകമ്പോസിഷൻ നടന്ന് ചെറുതായിട്ട് മാറുന്നതിൻ്റെ പേരാണെന്ത്? ഫെർമെൻറ്റേഷൻ. ഇപ്പോൾ സപ്പോസ് ഇപ്പം ഇത് ഷുഗർ C12H22O11 ഷുഗർ, ഇതിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്താം. ഏത് എൻസൈമിൻ്റെ പ്രസൻസിലാണ്? ഇൻവെർട്ടേസ് എന്നുള്ള എൻസൈമിൻ്റെ പ്രസൻസിൽ. അങ്ങനെ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടുക ഗ്ലൂക്കോസും ഫ്രക്ടോസും. C6H12O6 ഗ്ലൂക്കോസ് എന്ന് പറയും. ഇതേ സാധനത്തെ തന്നെ അതിൻ്റെ ഐസോമറിനെ ഫ്രക്ടോസ് എന്നും വിളിക്കും. ഈ ഗ്ലൂക്കോസിന് നമ്മൾ സൈമൈസ് എന്നുള്ള എൻസൈമിൻ്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് ഡീകമ്പോസിഷൻ നടക്കുന്നു? എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്തനോൾ കിട്ടി. ഇങ്ങനെ നമുക്ക് ഒരു എത്തനോൾ ഉണ്ടാക്കുമ്പോൾ 6 to 10% ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ആൽക്കഹോൾ, അതായത് ഡൈല്യൂട്ട് സൊല്യൂഷൻ 6 to 10% ഓഫ് ആൽക്കഹോൾ, ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ആൽക്കഹോളിനെയാണ് നമ്മൾ വാഷ് എന്നാണ് വിളിക്കുക. ഡൈല്യൂട്ട്, അതായത് വാഷ് എന്ന് പറഞ്ഞാൽ 6 to 10% ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ആൽക്കഹോൾ, ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ആൽക്കഹോൾ. എത്ര ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 6 to 10% ആൽക്കഹോളും ബാക്കി വാട്ടറും വരുന്ന അതിനെ വിളിക്കുന്ന പേരെന്താണ്? വാഷ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ദെൻ നമ്മൾ പിന്നെ അടുത്ത ആൽക്കഹോളിൻ്റെ വേറൊരു കേസിലേക്ക് വരുമ്പോൾ നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. അത് ഈ വാഷിനെ വീണ്ടും ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട്, വാഷിനെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ആൽക്കഹോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. വാഷിനെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് ഈതൈൽ ആൽക്കഹോൾ ഒബ്റ്റൈൻഡ് ഫ്രം ഡിസ്റ്റിലേഷൻ ഓഫ് ദ വാഷ്, സോറി ഫെർമെൻറ്റേഷൻ അല്ല, ഡിസ്റ്റിലേഷൻ. എത്തനോൾ ഒബ്റ്റൈൻഡ് ഫ്രം ഡിസ്റ്റിലേഷൻ ഓഫ് ദ വാഷ് ഈസ് കോൾഡ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 95.6% എത്തനോൾ ഉണ്ടായിരിക്കും. 95.6% എത്തനോളിനെയാണ് നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയാം.
ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആൻഡ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും, അതുകൊണ്ട് അതിനെ പറഞ്ഞ പേര് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്നാണ് വിളിക്കുക. ഇനി 100% പ്യുവർ എത്തനോൾ ഉണ്ടാവും. 100% പ്യുവർ എത്തനോൾ, അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോൾ. അപ്പോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? 100% പ്യുവർ എത്തനോൾ ഈസ് കോൾഡ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. നമ്മൾ വേറൊരു ടേമാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ? ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ എത്തനോള് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ്. അപ്പോൾ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് മെത്തനോൾ, ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയ്സണസ് ആയിട്ടുള്ള മെത്തനോൾ ആഡ് ചെയ്യാം. അങ്ങനെ ഡ്രിങ്കിങ് പർപ്പസിന് ഫിറ്റ് ആകാതിരിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ദാറ്റ് ഈസ് ദ കൊമേഴ്ഷ്യൽ ആൽക്കഹോൾ ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ബൈ മിക്സിംഗ് ഇൻ ഇറ്റ് സം കോപ്പർ സൾഫേറ്റ് ആൻഡ് പിരിഡിൻ. അത് ടേസ്റ്റ് വ്യത്യാസം വരുത്താനും അതായത് ആ സ്മെല്ല്, കളറൊക്കെ വ്യത്യാസം വരുത്താനും ചില കെമിക്കലുകൾ ആഡ് ചെയ്തിട്ട് പ്യുവർ എത്തനോളിനെ ഡ്രിങ്കിങ് പർപ്പസിന് പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. അതായത് കൊമേഴ്ഷ്യൽ ആൽക്കഹോൾ ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ബൈ മിക്സിംഗ് ഇൻ ഇറ്റ് സം കോപ്പർ സൾഫേറ്റ് ടു ഗിവ് കളർ ആൻഡ് പിരിഡിൻ, a foul smelling liquid, and is known as denaturation of alcohol. അതിനെയാണ് denaturation of alcohol എന്ന് വിളിക്കുക. Then methylated spirit എന്താണ്? Methylated spirit. What is methylated spirit? എന്തായിരിക്കും മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ? മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ദ ഡീനാച്ചുറേഷൻ ഡൺ ബൈ മെത്തനോൾ ഈസ് നോൺ ആസ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഡീനാച്ചുറേഷൻ ഡൺ ബൈ മെത്തനോൾ. ഡീനാച്ചുറേഷൻ നടത്താൻ വേണ്ടി മെത്തനോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്പിരിറ്റിൻ്റെ പേരാണെന്ത്? മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ദ ഡീനാച്ചുറേഷൻ ഡൺ ബൈ മെത്തനോൾ ഈസ് കോൾഡ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഇനി നമ്മൾ ഈ എത്തനോൾ, ഈഥൈൽ ആൽക്കഹോൾ, എത്തനോൾ എന്തിനൊക്കെ ഉപയോഗിക്കും? എത്തനോൾ ഈസ് യൂസ്ഡ് ആസ് ആൻ ആൽക്കഹോളിക് ബിവറേജ്, അല്ലെ? ആളുകൾ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പം നമുക്ക് എത്തനോളിൻ്റെ ഉപയോഗത്തിൽ ഒന്നാമത് പറയാം ആൽക്കഹോളിക് ബിവറേജ്. ആൽക്കഹോളിക് ബിവറേജ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആണ്, എ ഫ്യൂവൽ ഇൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ആൻഡ് പ്രിസർവേറ്റീവ് ഫോർ ബയോളജിക്കൽ സ്പെസിമെൻ. അപ്പോൾ ഒന്ന് ആൽക്കഹോളിക് ബിവറേജ്, രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ്, സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ്. തേർഡ് വൺ ഈസ് ഫ്യൂവൽ, വാഹനങ്ങളുടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം, ഫ്യൂവൽ ഇൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ, ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ പ്രിസർവേറ്റീവ് ഫോർ ബയോളജിക്കൽ സ്പെസിമെൻ, ബയോളജിക്കൽ സ്പെസിമെൻ്റെ കേസിൽ പ്രിസർവേറ്റീവായിട്ടും നമുക്ക് എന്തുപയോഗിക്കാം? എത്തനോൾ ഉപയോഗിക്കാം. പ്രിസർവേറ്റീവ് ഫോർ ബയോളജിക്കൽ സ്പെസിമെൻ. ആ ഫോർത്ത് വൺ പ്രിസർവേറ്റീവ്, പ്രിസർവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്തനോൾ C2H5OH അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫെർമെൻറ്റേഷൻ ഓഫ് മൊളാസസ് ഓർ സ്റ്റാർച്ച്. നമ്മൾ ഷുഗർ അല്ലെങ്കിൽ മാൾട്ടോസ് എടുത്തു, ഹൈഡ്രോളിസിസ് നടത്തി, ഇൻ പ്രസൻസ് ഓഫ് ഇൻവെർട്ടേഴ്സ് വി ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസിനെ സൈമൈസിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ്ഡ് ടു എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ നമുക്ക് അങ്ങനെ കിട്ടുന്ന ആ എത്തനോൾ, അതിന് നമ്മൾ വാഷ് എന്നാണ് വിളിക്കുക. 6 to 10% ആൽക്കഹോളാണ് കിട്ടുക, അതിന് വാഷ് എന്ന് പറയും. ഈ വാഷിനെ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ കിട്ടുന്ന ആൽക്കഹോളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. 95.6% എത്തനോളാണ്. പിന്നെ 100% പ്യുവർ എത്തനോളിനെ വിളിക്കുന്ന പേര് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഡിനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എത്തനോളിനെ നമ്മൾ എന്ത് ചെയ്യാം? വല്ല പിരിഡിനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ആക്കി മാറ്റുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ.
ഇതേ ഡീനാച്ചുറേഷൻ നടത്തേണ്ടത് മെത്തനോൾ ഒഴിച്ചിട്ടാണെങ്കിൽ അത് നമുക്ക് എന്തെന്ന് വിളിക്കാം, മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയാൻ പറ്റും. മെത്തിലേറ്റഡ് സ്പിരിറ്റ്. എത്തനോൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ആൽക്കഹോളിക് ബിവറേജ് ആയിട്ട് ഉപയോഗിക്കും, ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കും, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ ഫ്യുവലായിട്ട് ഉപയോഗിക്കും, പിന്നെ പ്രിസർവേറ്റീവ് ഫോർ ബയോളജിക്കൽ സ്പെസിമെൻ. ഇത്രയാണ് നമുക്ക് എത്തനോൾ, മെത്തനോൾ തുടങ്ങിയ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ആൽക്കഹോൾ, ഫിനോൾ, ഈതർ എന്നുള്ള ചാപ്റ്ററിന്റെ അവസാനത്തെ ഏരിയ ഈതേഴ്സ്. നമുക്കറിയാം ഈതേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ, അതായത് രണ്ട് കാർബണിന്റെ ഇടയിൽ ഓക്സിജൻ വരുന്നതിനെയാണ് നമ്മൾ ഈതർ എന്ന് വിളിക്കുക. നമുക്ക് ആ ഈതറുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഈതറിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ മെത്തേഡാണ് വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്? സോഡിയം ആൽക്കോക്സൈഡ്, ഇതൊരു കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് സോഡിയം മെത്തോക്സൈഡ് എന്ന് വിളിക്കും. ഈ സോഡിയം ആൽക്കോക്സൈഡിനെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈതർ കിട്ടും. ഈതർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഇൻ ബിറ്റ്വീൻ ടു ആൽക്കൈൽ ഗ്രൂപ്പ്സ്. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇടയിൽ ഓക്സിജൻ വരുമ്പോഴാണ് ഈതർ എന്ന് വിളിക്കുക. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, സോഡിയം ആൽക്കോക്സൈഡ് ട്രീറ്റഡ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് and ether is formed. This reaction is called Williamson synthesis. ഈ റിയാക്ഷനെയാണ് എന്തെന്ന് വിളിക്കുക? വില്യംസൺ സിന്തസിസ് എന്ന് വിളിക്കുക. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കുക, ഒരു ആൽക്കൈൽ അറൈൽ ഈതർ ഉണ്ടാക്കണം വിചാരിക്കാം. എന്താ ആൽക്കൈൽ അറൈൽ ഈതർ എന്ന് പറഞ്ഞാല്? അത് ബെൻസീൻ റിംഗ് വേണം, പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് വേണം, അത് രണ്ടിന്റെ ഇടയിൽ ഓക്സിജനും വേണം. അത് ബെൻസീൻ റിംഗിന്റെ മേലെ ഓ, പിന്നെ CH3O, C2H5O എന്തെങ്കിലുമൊക്കെ വേണം. അതാണ് ആൽക്കൈൽ അറൈൽ ഈതർ. അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാം? നമ്മൾ ചെയ്യുന്നത് സോഡിയം ഫീനോക്സൈഡ് എടുക്കണം. സോഡിയം ഫീനോക്സൈഡ് എടുക്കണം. എന്നിട്ട് അതിന് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുക. അപ്പൊ അന്നേരം എന്ത് ചെയ്യും? ആൽക്കൈൽ അറൈൽ ഈതർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇത് സോഡിയം ഫിനോക്സൈഡ്, ഇത് ഈഥൈൽ അയഡൈഡ്. റിയാക്ഷൻ നടക്കുമ്പോൾ ഈഥൈൽ ഫിനൈൽ ഈതർ കിട്ടും. ഈഥൈൽ ഫിനൈൽ ഈതർ. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഫെനിറ്റോൾ എന്ന് പറയും. ഫെനിറ്റോൾ. ഈഥൈൽ ഫിനൈൽ ഈതറിന്റെ പേരാണ് ഫെനിറ്റോൾ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടെർഷറി ഈതർ കിട്ടണം വിചാരിക്കാം. ടെർഷറി ആൽക്കൈൽ ഈതർ കിട്ടണമെങ്കിൽ ടെർഷറി ആൽക്കോക്സൈഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് എ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ടെർഷറി ആൽക്കൈൽ ഈതർ കിട്ടണം വിചാരിക്കാം. ടെർഷറി ആൽക്കൈൽ ഈതർ കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ ഓഫ് എ മിക്സഡ് ഈതർ വിത്ത് ടെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ്, ടെർഷറി ആൽക്കോക്സൈഡ്. ആൽക്കോക്സൈഡിന്റെ ഭാഗം എന്തായിരിക്കണം? ടെർഷറി ആയിരിക്കണം. ടെർഷറി ആൽക്കോക്സൈഡ് ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ടാണ് ടെർഷറി ആൽക്കൈൽ ഈതർ കിട്ടുക. നോക്ക്, CH3 thrice CON ഒരു ടെർഷറി ആൽക്കോക്സൈഡ് ആണ്. റിയാക്ട് വിത്ത് CH3Br ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു. എന്താ കിട്ടുക നോക്ക്? CH3 thrice CO. ഈ NAയും ഈ Br കൂടെ NaBr പോയി, അപ്പൊ CO കഴിഞ്ഞാൽ പിന്നെ CH3. അത് നോക്കി, ഇതിന്റെ പേരാണ് മീഥൈൽ ടെർഷറി ബ്യൂട്ടൈൽ ഈതർ. മീഥൈൽ ടെർഷറി ബ്യൂട്ടൈൽ ഈതർ. ആ ടെർഷറി ആൽക്കൈൽ ഈതർ കിട്ടണമെങ്കിൽ നമ്മൾ ടെർഷറി ആൽക്കോക്സൈഡ് ഉപയോഗിക്കണം. എന്നിട്ട് അത് ആരുമായിട്ട് റിയാക്ഷൻ നടത്തുക? ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടത്തുക. അപ്പോഴാണ് ടെർഷറി ആൽക്കൈൽ ഈതർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഈതറിന്റെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൽ നിന്നും വാട്ടർ മോളിക്യൂള് റിമൂവ് ചെയ്യാം. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. നമുക്ക് 2C2H5OH എത്തനോൾ. ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ നിന്ന് H2O പുറത്തേക്ക് പോകും. വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് പോകും. അതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ 2C2H5OHലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ
അവിടുന്ന് ഒരു H2O പോയി, ബാക്കിയുള്ള കോമ്പൗണ്ട് ഏതാ? ഓക്കെ, C2H5 രണ്ടെണ്ണം, പിന്നെ 2 OH ആണ് ഇവിടെ ഉള്ളത് അല്ലെ. 2 OH എന്ന് പറഞ്ഞാല് ഒരു ഓയും ഒരു H2Oയും അല്ലേ. അപ്പൊ H2O പോയി, പിന്നെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2 C2H5 ഇടയിൽ ഓക്സിജൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈതർ ഇവിടെ നമുക്ക് ഫോം ചെയ്തു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വില്യംസൺസ് കണ്ടിന്യൂസ് എതറിഫിക്കേഷൻ പ്രോസസ്. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് വില്യംസൺസ് continuous esterification process. വില്യംസൺസ് കണ്ടിന്യൂസ് എതറിഫിക്കേഷൻ പ്രോസസ്. ശ്രദ്ധിക്കേണ്ടത്, ഈ വില്യംസൺ കണ്ടിന്യൂസ് എതറിഫിക്കേഷൻ പ്രോസസ്സിലൂടെ സിമ്മട്രിക്കൽ ഈതർ മാത്രമേ നമുക്ക് ഫോം ചെയ്യാൻ കഴിയുള്ളൂ. എന്താ സിമ്മട്രിക്കൽ ഈതർ എന്ന് പറഞ്ഞാല്? ഓക്സിജന്റെ 2 സൈഡിലും ഒരേ ആൽക്കൈൽ ഗ്രൂപ്പ് വരാം. സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ സിമ്മട്രിക്കൽ ഈതർ, ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അൺസിമ്മട്രിക്കൽ ഈതർ. അപ്പോ ഇത്തരത്തില് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ വില്യംസൺ കണ്ടിന്യൂസ് എതറിഫിക്കേഷൻ പ്രോസസ്സിലൂടെ സിമ്മട്രിക്കൽ ഈതറിനെ മാത്രമേ നമുക്ക് ഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ മെത്തേഡിന്റെ പേര് Williamson's continuous esterification process. This method is not suitable for the preparation of unsymmetrical ethers. Unsymmetrical ether prepare ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ഈതറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈതർ. ഈതറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഈതേഴ്സ് ആർ കളർലെസ് ഗ്യാസസ് ഓർ ലിക്വിഡ് വിത്ത് പ്ലസന്റ് സ്മെൽ. ഈതറുകള് കളർലെസ് ഗ്യാസോ അല്ലെങ്കിൽ ലിക്വിഡോ ആയിട്ടാണ് കാണപ്പെടുക, വിത്ത് സ്പെസിഫിക് പ്ലസന്റ് സ്മെൽ. പ്ലസന്റ് സ്മെല്ലായിരിക്കും. പിന്നെ ഈതറിന്റെ ബോയിലിംഗ് പോയിന്റിനെ പറ്റി നോക്കാം. അതായത് ഇപ്പൊ നമ്മളൊരു ഈതർ എടുത്തു അല്ലെ, C2H5 C2H5. അപ്പൊ ഈ ഈതർ അതിന്റെ ഐസോമറിക് ആൽക്കഹോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ചെറുതായിരിക്കും. ഈതേഴ്സ് ഹാവ് ലോ ബോയിലിംഗ് പോയിന്റ് ദാൻ ദയർ ഐസോമറിക് ആൽക്കഹോൾ. The low boiling point is due to the absence of intermolecular hydrogen bonding. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈതറിന്റെ കേസിൽ ഇല്ല. അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് വളരെ കുറയുന്നത്. പിന്നെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഈതറിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ശ്രദ്ധിക്കേണ്ടത്, ഈതറിന് ഐസോമറിക് ആൽക്കഹോളിനെക്കാളും അതിന്റെ അതേ സെയിം മോളിക്കുലാർ മാസ് ഉള്ള സെയിം മോളിക്കുലാർ ഫോർമുലയുള്ള ആൽക്കഹോളിനെക്കാളും ഈതറിന്റെ കേസിൽ ബോയിലിംഗ് പോയിന്റ് വളരെ ചെറുതാണ്. ചെറുതാവാനുള്ള കാരണം ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് വോളറ്റിലിറ്റി ആൻഡ് ഇൻഫ്ലേമബിലിറ്റി. വോളറ്റിലിറ്റി ആൻഡ് ഫ്ലെയിമബിലിറ്റി. ശ്രദ്ധിക്കുക, വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാല് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, വോളറ്റൈൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോണത്. ഫ്ലെയിമബിലിറ്റി എന്ന് പറഞ്ഞാലോ കത്തുക എന്നുള്ളതുമായി ബന്ധപ്പെടുന്ന. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈതറിന് ബോയിലിംഗ് പോയിന്റ് കുറവാണ് നമ്മൾ പറഞ്ഞു. ബോയിലിംഗ് പോയിന്റ് കുറവായത് കൊണ്ട് തന്നെ ദ ലോവർ മെമ്പേഴ്സ് ആർ ഹൈലി വോളറ്റൈൽ ആൻഡ് ദസ് ക്യാച്ച് ഫയർ ഇമ്മീഡിയറ്റ്ലി. ഈതറിന് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറയ ചെറിയ ഈതറിനാണ്. കാരണം ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് വലുതാവുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുണ്ട്. അപ്പൊ ഈ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ഈതറുകളുടെ കേസിൽ ദേ ആർ ഹൈലി വോളറ്റൈൽ ആൻഡ് ദസ് ക്യാച്ച് ഫയർ ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അവിടെ തീ പിടിക്കുന്നു. സോ ലോവർ ഈതേഴ്സ് ആർ ഹൈലി ഇൻഫ്ലേമബിൾ. അപ്പൊ നമുക്ക് പറയാം, ചെറിയ ഈതറുകൾ ലോവർ ഈതേഴ്സ് എന്താണ്, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, വേഗത്തില് തീ പിടിക്കുന്നതാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, വോളറ്റിലിറ്റി ആൻഡ് ഫ്ലെയിമബിലിറ്റി എന്ന് പറയുമ്പോൾ
ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് ഹൈലി വോളറ്റൈൽ ആണ്, അപ്പൊ ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സോലുബിലിറ്റി. സോലുബിലിറ്റി ശ്രദ്ധിക്കുക, ഈതറില് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വാട്ടറിൽ ഇതിന്റെ സോലുബിലിറ്റി വളരെ കുറവാണ്. വാട്ടറിൽ സോലുബിലിറ്റി കുറവാണ്. അതേസമയം ഹൈഡ്രോ കാർബണുകളിൽ മറ്റു ഓർഗാനിക് സോൾവെന്റുകളിലൊക്കെ ഈതേഴ്സ് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. അപ്പൊ ഈതേഴ്സ് ആർ സോലുബിൾ ഇൻ ഹൈഡ്രോ കാർബൺ ആൻഡ് അതർ നോൺ പോളാർ സോൾവെന്റ്സ്. ദേ ആർ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. സോലുബിലിറ്റി വളരെ കുറവാണ്. ബട്ട് ദർ സോലുബിലിറ്റി ഇൻ വാട്ടർ ഇസ് നോട്ട് നെഗ്ലിജിബിൾ. എന്നാലും ചെറിയ അളവിലൊക്കെ എന്തുണ്ട്, സോലുബിലിറ്റി ഉണ്ട്. അങ്ങനെ സോലുബിലിറ്റി വരാനുള്ള കാരണം ദിസ് ഇസ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഈതർ മോളിക്യൂൾ. വാട്ടറും ഈതർ മോളിക്യൂളും തമ്മിൽ എന്തുണ്ടാവും, ചെറിയ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് സോലുബിലിറ്റി ചെറുതായിട്ടെങ്കിലും ഉണ്ട്, നെഗ്ലിജിബിൾ അല്ല. മറ്റു ഹൈഡ്രോ കാർബൺ പിന്നെ നോൺ പോളാർ സോൾവെന്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈതറിന്റെ വാട്ടറിലുള്ള സോലുബിലിറ്റി വളരെ കുറവാണ്. അത്തരം കോമ്പൗണ്ടുകളിൽ, ഓർഗാനിക് സോൾവെന്റുകളിൽ ഈതർ നന്നായിട്ട് ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് ഈതറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഈതേഴ്സ് ആർ കളർലെസ് ലിക്വിഡ്സ് ഓർ ഗ്യാസസ് വിത്ത് സ്പെസിഫിക് പ്ലസന്റ് സ്മെൽ. പിന്നെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല, അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ബോയിലിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ ദേ ആർ വോളറ്റൈൽ ആൻഡ് ഇൻഫ്ലേമബിൾ. പിന്നെ solubility in water is very less. In hydrocarbon and other non-polar solvents, ethers have high solubility. Then chemical properties of ether. Ether and chemical properties. First, reaction with HI. ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക? അപ്പൊ നമ്മൾ ഈതർ കൺസിഡർ ചെയ്യാണ് C2H5 O C2H5 പ്ലസ് HI ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഇപ്പോ ഈ ഓക്സിജനും ഈ കാർബണും തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ടാവും അല്ലെ, CO, അല്ലെങ്കിൽ ഇവിടെ നിങ്ങോട്ട് CO എന്നുള്ള ലിങ്കേജ് ഉണ്ടാവും. ആ CO എന്നുള്ള ലിങ്കേജ് ബ്രേക്ക് ചെയ്തിട്ട് ആ ഓക്സിജന്റെ കൂടെ ആര് വരും, ഈ അയഡിൻ കയറി വരും. ഈ അയഡിൻ കയറി വരും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അയഡിൻ കയറി വരും, ഒരു ഭാഗത്തേക്ക് ഹൈഡ്രജനും കയറി വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, C2H5 ഓയും എച്ചും കൂടെ C2H5 OH എത്തനോൾ പ്ലസ് C2H5 I ഈഥൈൽ അയഡൈഡ്. അപ്പോ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൽക്കഹോളും കിട്ടും, അതുപോലെ ഹാലോ ആൽക്കൈനും കിട്ടും. ഇനി അതേസമയം ഹൈഡ്രജൻ അയഡൈഡ് എക്സസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു, കൂടുതൽ HI ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിലേക്ക് വീണ്ടും നമ്മൾ HI ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, C2H5 OH പ്ലസ് HI ഗീവ്സ്, ഈ OHഉം ഈ Hഉം കൂടെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് എന്തെന്നെ കിട്ടും, C2H5I, അതായത് ഈഥൈൽ അയഡൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അത് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് HI, ഈഥൈൽ അയഡൈഡ് ആൻഡ് വാട്ടർ ആർ ഫോംഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സിമ്മട്രിക്കൽ ഈഥറാണ്. അതുകൊണ്ട് ഈ HIയിൽ അയഡിൻ ആരായിട്ട് കൂടി ചേർന്നാലും ഒരുപോലെയാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി അൺസിമ്മട്രിക്കൽ ഈഥർ ആണ് വിചാരിക്കാം. അൺസിമ്മട്രിക്കൽ ഈഥർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, സപ്പോസ് CH3O C2H5 പ്ലസ് HI. അപ്പൊ നമുക്കറിയാം ഇതൊരു അൺസിമ്മട്രിക്കൽ ഈഥർ ആണ്. ഒരു ഭാഗത്ത് CH3, ഒരു ഭാഗത്ത് C2H5. HIയുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ അയഡിൻ ആരെ കൂടെ ചേരും, അയഡിൻ ജോയിൻസ് ടു ദ സ്മോളർ ഹൈഡ്രോകാർബൺ പാർട്ട് ഡ്യൂ ടു സ്റ്റെറിക് എഫക്ട്. സ്റ്റെറിക് എഫക്ട് മൂലം അയഡിൻ ആരൊപ്പം ചേരുക, വലിയ ഗ്രൂപ്പിന്റെ ഒപ്പം ചേരില്ല, ചെറിയ ഹൈഡ്രോകാർബൺ പാർട്ടിനോട് കൂടെ ചേരും. അതായത് ഇവിടെ അയഡിൻ കൂടി ചേരുക CH3യുടെ കൂടെയാണ്. അപ്പൊ നമ്മളെ പ്രോഡക്റ്റ് ഏതാ, CH3I പ്ലസ് C2H5OH. CH3I പ്ലസ് C2H5OH.
ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ ആൽക്കൈൽ അറൈൽ ഈഥറിന്റെ കേസ് എടുത്ത് നോക്കാം. ബെൻസീൻ റിംഗിന്റെ മേലെ നമ്മളൊരു OCH3 എന്ന് കൊടുക്കാം. എവിടെ വരക്കാം? OCH3 ഇത് ഈഥറല്ലേ? ഇവിടെയും കാർബൺ ആറ്റം, ഇവിടെയും കാർബൺ ആറ്റം, ഇടയിൽ ഓക്സിജൻ ആറ്റം, ഈഥർ. ഒരു ഭാഗത്ത് C6H5, ഒരു ഭാഗത്ത് CH3. അപ്പൊ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ അയഡിൻ ആരെ കൂടെ വരണം? ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ വരണം. ഒരു ഭാഗം C6H5 ആണ്, മറ്റൊന്ന് CH3 ആണ്. അപ്പൊ അയഡിൻ അറ്റാച്ച് ടു ദ ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് ലോവസ്റ്റ് കാർബൺ ചെയിൻ. അപ്പൊ ആര് കൂടെ വന്നു? CH3 ഓടുകൂടെ അയഡിൻ വന്നു. അങ്ങനെ CH3I പ്ലസ് ഈ H മേലെ കയറി ചെന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഫിനോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. CH3I പ്ലസ് ഫിനോൾ. അപ്പൊ നമ്മള് ഹൈഡ്രജൻ അയഡൈഡുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ മനസ്സിലാക്കുമ്പോൾ അൺസിമെട്രിക്കൽ ഈഥർ ആണെങ്കിൽ, അത് ആൽക്കൈൽ അറൈൽ ഈഥർ ആണെങ്കിലും അല്ലെങ്കിൽ ആൽക്കൈൽ ഈഥർ മാത്രമാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അയഡിൻ ആരോട് അറ്റാച്ച് ചെയ്യും? കാർബൺ ആറ്റം കുറഞ്ഞ ഹൈഡ്രോ കാർബണോട് കൂടെയാണ് അയഡിൻ എപ്പോഴും അറ്റാച്ച് ചെയ്യാം. പിന്നെ ഹൈഡ്രജൻ ഹാലൈഡിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എങ്ങനെയാണ് വരിക? ഹൈഡ്രജൻ ഹാലൈഡിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നമ്മുടെ ഈഥറുമായിട്ട് ഹൈഡ്രജൻ ഹാലൈഡ്, നമ്മളിപ്പോ HI മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. HI ഉണ്ട്, HBr ഉണ്ട്, HCl ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഈ ഓർഡറിലാണ്. ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കുക HI, അതിനേക്കാളും കുറച്ച് കുറവ് HBr, അതിനേക്കാളും കുറവ് HCl. അപ്പൊ HI ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl. ഇതാണ് റിയാക്ഷൻ വിത്ത് HI അല്ലെങ്കിൽ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. Then hydrolysis with dilute sulfuric acid. ഈഥറിന് നമ്മള് സൾഫ്യൂരിക് ആസിഡും കൊടുക്കുക, വാട്ടറും ആഡ് ചെയ്യാം. ഹൈഡ്രോളിസിസ് വിത്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ നോക്ക്, CH3OCH3 ഒരു സിമ്പിൾ ഈഥർ അല്ലെങ്കിൽ സിമ്മട്രിക്കൽ ഈഥർ നമ്മൾ എടുത്തു. ഹൈഡ്രോളിസിസ് നടത്താം, അതിനുവേണ്ടി H2O ആഡ് ചെയ്തു, സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്തു അണ്ടർ ഹൈ പ്രഷർ. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് ആൽക്കഹോൾ ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഹൈഡ്രോളിസിസ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുക എപ്പോഴും ആൽക്കഹോൾ ആണ്. സിമ്മട്രിക്കൽ ഈഥർ ആണെങ്കിൽ ഒരൊറ്റ ടൈപ്പ് ആൽക്കഹോൾ മാത്രം കിട്ടും. ഓക്കെ, CH3OH, CH3OH. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് മെത്തനോൾ മാത്രം, രണ്ട് CH3OH കിട്ടി. അത് സിമ്മട്രിക്കൽ ഈഥർ ആണ് ഹൈഡ്രോളിസിസ് വിത്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ചെയ്യണതെങ്കിൽ നമുക്ക് ഒരു ടൈപ്പ് ആൽക്കഹോൾ മാത്രം കിട്ടുന്നു. അതേസമയം CH3OC2H5 അൺസിമ്മട്രിക്കൽ ഈഥറാണ് അല്ലെങ്കിൽ മിക്സഡ് ഈഥറാണ്. അതിലേക്ക് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി വിത്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് എന്താ കിട്ടുക? CH3OH, C2H5OH. രണ്ട് ടൈപ്പ് ആൽക്കഹോൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. C2H5OH പ്ലസ് CH3OH. അതായത് സിമ്പിൾ ഈഥറിലേക്ക് ഹൈഡ്രോളിസിസ് വിത്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ we get one type of alcohol. Then unsymmetrical or mixed ഈഥറിലേക്ക് ഹൈഡ്രോളിസിസ് വിത്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ we get mixture of alcohols. Okay. Then auto oxidation. ഈഥറിന് നമ്മൾ ഓക്സിഡേഷൻ നടത്തിയാൽ എന്താണ് കിട്ടുക? ഇതൊരു ഈഥറാണ് C2H5O, ഓട്ടോ ഓക്സിഡേഷൻ അതായത് ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്, O2 ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. നമുക്ക് C2H5 നമുക്ക് CH3CH2 എന്ന് എഴുതിക്കൂടെ? അതാണ് CH3CH2. ഇവിടെയും CH3CH2 ആണ് വേണ്ടത്. CH എഴുതിയിട്ടുള്ളൂ, ഒരH ഈ മേലെ കാണും. ഈഥറിലെ ഓക്സിജൻ നമ്മൾ ഇവിടെ എഴുതി, ഓക്സിഡേഷൻ നടന്ന O2 ഇവിടെയും കൊടുത്തു. നമ്മുടെ പ്രോഡക്റ്റ് CH3CHOOH പിന്നെ OCH2CH3 1 എത്തോക്സി ഈഥൈൽ ഹൈഡ്രോ പെറോക്സൈഡ് എന്നാണ്. അതായത് ഓട്ടോ ഓക്സിഡേഷൻ നടത്തിക്കഴിഞ്ഞാൽ when exposed to air for a long time, ethers combine with oxygen to form explosive peroxides. എന്താണ് ഫോം ചെയ്യുക? പെറോക്സൈഡുകൾ ഫോം ചെയ്യുന്നു. അപ്പൊ ഈഥറിന്റെ ഓട്ടോ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ
explosive peroxides are formed. Electrophilic substitution reaction in aromatic ethers. Aromatic etherൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏതൊക്കെയാണ് നടക്കുക, എന്തൊക്കെയാണ് പ്രോഡക്റ്റ് നോക്കാം. ഒരു അരോമാറ്റിക് ഈതർ ആണ് ബെൻസീൻ റിംഗ് OCH3 ആണല്ലേ അരോമാറ്റിക് ഈതർ ആയിട്ട് മാറാം അല്ലെ. അറൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അരോമാറ്റിക് ഈതർ. ഇതിന്റെ കോമൺ നെയിം ആണ് അനിസോൾ എന്ന് പറയും. അനിസോൾ. ഇതിന് നമ്മള് നൈട്രേഷൻ, ബ്രോമിനേഷൻ, ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, അസൈലേഷൻ ഒക്കെ നടത്താം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക? ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഈ പറഞ്ഞ റിയാക്ഷൻ ഒക്കെ നടത്തി നോക്കാം. ഫസ്റ്റ് നമ്മള് നൈട്രേഷൻ നടത്താം. നൈട്രേഷൻ നടത്താൻ വേണ്ടി നമ്മള് ആദ്യം നമ്മളെ റിയാക്ടന്റ് ആയ അനിസോൾ എടുത്തു. അനിസോൾ OCH3 ഇതാണ് അനിസോൾ. നൈട്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കൂടിയ മിക്സ്ചറിനെയാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കുക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ദാറ്റ് ഈസ് നൈട്രേറ്റിംഗ് മിക്സ്ചർ. അങ്ങനെ നമ്മൾ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ രണ്ട് പ്രോഡക്റ്റ് ആണ് കിട്ടുക. OCH3 നൈട്രേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇലക്ട്രോഫൈൽ NO2 നൈട്രോ ഗ്രൂപ്പ്. അപ്പൊ ഓർത്തോ പൊസിഷനിൽ ഒരു NO2 ഉള്ള പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് OCH3 പാരാ പൊസിഷനിൽ NO2 ഉള്ള ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഓർത്തോ നൈട്രോ അനിസോള്, അതേപോലെ പാരാ നൈട്രോ അനിസോൾ. അപ്പൊ അനിസോളിന് അരോമാറ്റിക് ഈതറായ അനിസോളിന് നമ്മൾ നൈട്രേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ഓർത്തോ നൈട്രോ അനിസോൾ ആൻഡ് പാരാ നൈട്രോ അനിസോൾ. ഓർത്തോ നൈട്രോ അനിസോൾ ആൻഡ് പാരാ നൈട്രോ അനിസോൾ. ഇറ്റ്സ് നെയിം ഈസ് ഓർത്തോ നൈട്രോ അനിസോൾ. ഇതിന്റെ പേര് പാരാ നൈട്രോ അനിസോൾ. ഓർത്തോ നൈട്രോ അനിസോൾ ആൻഡ് പാരാ നൈട്രോ അനിസോൾ. നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. നൈട്രേഷൻ നടത്തി, അനിസോളിന് നൈട്രേഷൻ നടത്തിയപ്പോ ഓർത്തോ നൈട്രോ അനിസോൾ ആൻഡ് പാരാ നൈട്രോ അനിസോൾസ് ആർ ഫോംഡ്. ഹിയർ പാരാ പ്രോഡക്റ്റ് ഈസ് മേജർ പ്രോഡക്റ്റ്. നമുക്ക് അടുത്തത് ബ്രോമിനേഷൻ. സെക്കൻഡ് വൺ ബ്രോമിനേഷൻ. ബ്രോമിനേഷൻ നടത്തുന്നത് അനിസോളിന് നമ്മൾ ബ്രോമിനേഷൻ നടത്തുക ബ്രോമിൻ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ബ്രോമിൻ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. കാർബൺ ഡൈസൾഫൈഡിലുള്ള ബ്രോമിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. വരുമ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. ഓർത്തോ പൊസിഷനിൽ ഒരു ബ്രോമിൻ വരും, അതേപോലെ തന്നെ പാരാ പൊസിഷനിലും ബ്രോമിൻ ഉണ്ടാവും. ഓർത്തോ പൊസിഷനിലും ബ്രോമിൻ, പാരാ പൊസിഷനിലും ബ്രോമിൻ. ആ പേരെന്താ? ഓർത്തോ ബ്രോമോ അനിസോൾ, പാരാ ബ്രോമോ അനിസോൾ. ഓർത്തോ ബ്രോമോ അനിസോൾ ആൻഡ് പാരാ ബ്രോമോ അനിസോൾ. ഓർത്തോ ബ്രോമോ അനിസോൾ ആൻഡ് പാരാ ബ്രോമോ അനിസോൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൈട്രേഷൻ നടത്തിയപ്പോ ഓർത്തോ നൈട്രോ അനിസോളും അതേപോലെ തന്നെ പാരാ നൈട്രോ അനിസോളും കിട്ടി. ബ്രോമിനേഷൻ ആയപ്പോഴോ ബ്രോമിൻ ഇൻ കാർബൺ ഡൈസൾഫൈഡ് ആണ് ഉപയോഗിച്ചത്. വി ഗെറ്റ് ഓർത്തോ ബ്രോമോ അനിസോൾ ആൻഡ് പാരാ ബ്രോമോ അനിസോൾ. അടുത്തത് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. അതിൽ നമ്മളിവിടെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തി നോക്കാം. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ആൽക്കൈലേഷൻ നടത്താൻ നമ്മൾ എപ്പോഴും എന്താ ഉപയോഗിക്കുക? ആൽക്കൈൽ ഹാലൈഡ്, അതായത് CH3Cl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ആൽക്കൈൽ അതായത് അനിസോളിന് നമ്മൾ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടത്തി ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്.
അപ്പൊ നമ്മള് CH3Cl ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ വരുന്ന ഇലക്ട്രോഫൈൽ ഏതാ? CH3 ആണ് ഇലക്ട്രോഫൈൽ ആയിട്ട് വരിക. ഓർത്തോ പൊസിഷനിൽ CH3, അതേപോലെ തന്നെ പാരാ പൊസിഷനിലും CH3. അപ്പൊ കോമ്പൗണ്ടിന് എന്താ പേര് കൊടുക്കുക? 2-methoxy-toluene. ഇത് ടൊളുവിൻ ആണ്. ടൊളുവിൻ ബെൻസീൻ റിങ്ങിന്റെ കൂടെ CH3 വന്നാൽ ടൊളുവിനാണ്. രണ്ടാമത്തെ പൊസിഷനിൽ മെത്തോക്സി ഉണ്ട്. അപ്പൊ 2-methoxy-toluene. ഇതാണെങ്കിലോ 4-methoxy-toluene. അപ്പൊ ഇവിടുത്തെ പ്രോഡക്റ്റ് 2-methoxy-toluene. 2-methoxy-toluene. Here 4-methoxy-toluene. 2-methoxy-toluene, 4-methoxy-toluene. അപ്പോൾ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തിയ അനിസോളിനെ കിട്ടിയ പ്രോഡക്റ്റുകൾ 2-methoxy-toluene ആൻഡ് 4-methoxy-toluene. എപ്പോഴും ശ്രദ്ധിക്കണം, പാരാ പ്രോഡക്റ്റ് ആണ് എന്ത് ചെയ്യുക, മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരിക. നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടത്താം. അസൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അസൈലേഷൻ നടത്താൻ എന്താ ചെയ്യാം? CH3Cl പകരം CH3COCl എടുക്കുക. അതാണ് അസൈൽ ക്ലോറൈഡ്. CH3COCl എടുത്തു. അപ്പൊ അസൈലേഷൻ നടത്തിയാൽ വരുന്ന ഇലക്ട്രോഫൈൽ ഏതാ? COCH3. COCH3. ഇവിടെ ഉണ്ടാവും COCH3. അപ്പൊ അനിസോളിന് നമ്മള് അസൈലേഷൻ നടത്തിയപ്പോ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് കിട്ടി. പേരെന്താ? 2-methoxy-acetophenone. ഇതിന്റെ എങ്ങനെ പേര്? അസറ്റോഫിനോൺ ആണ്. ഇതിന്റെ നമ്പർ 2 എന്ന് കൊടുത്ത് അവിടെ മെത്തോക്സി ഉണ്ട്. അപ്പൊ 2-methoxy-acetophenone. അസറ്റോഫിനോൺ കാരണം കീറ്റോൺ ആണ്. CO എന്നില്ലേ, കീറ്റോൺ. 2-methoxy-acetophenone. അവിടെയോ ഇത് നമ്പർ 1, 2, 3, 4. 4-methoxy-acetophenone. 2-methoxy-acetophenone ആൻഡ് 4-methoxy-acetophenone. അപ്പോ ശ്രദ്ധിക്കേണ്ടത്, ഈതറിന്റെ അരോമാറ്റിക് ഈതർ അതായത് അനിസോളിന്റെ കേസിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈതർ എന്നുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആണ് കേട്ടോ. നമ്മൾ എക്സ്പെരിമെന്റിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് ഈതർ. അപ്പൊ ഈ ചാപ്റ്റർ ആൽക്കഹോൾ, ഫിനോൾ, ഈതർ എന്നുള്ള ചാപ്റ്റർ ബോർഡ് എക്സാമിന് 6 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് നന്നായിട്ട് ട്രൈ ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിൾ ആണ്. ആൽക്കഹോളും ഫിനോളും കമ്പയർ ചെയ്ത് പഠിക്കുക. ഈതറിന്റെ കുറച്ച് റിയാക്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പിന്നെ അതേപോലെ ഓട്ടോ ഓക്സിഡേഷൻ, ഇത്തരത്തിലുള്ള കുറച്ച് റിയാക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടുള്ള ഭാഗം നന്നായിട്ട് കവർ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.